ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്രമേ കാൻഡിൽ ഹോൾഡേഴ്സാണ് ഉണ്ടാക്കുന്നത്. ദിവാലിയിലേക്ക് വരുന്നല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോസിൽ ഞാൻ 2 ടൈപ്പ് ക്യാൻഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹോൾഡറാണ്. അപ്പോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പഴയ വളയാണ് എടുത്തത്. ഇതുപോലത്തെ വുഡൻ റിങ്സോ എന്ത് വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. അതിൻ്റെ സൈസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്യാൻഡിൽ വയ്ക്കാൻ പറ്റണം, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മാക്രമേ ത്രെഡ്സാണ്. ഈ ത്രെഡ് എന്ന് പറയുന്നത് ഒരു 37 സെൻറ്റിമീറ്റർ നീളമുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള 3mm ത്രെഡാണ്. അപ്പോൾ ഈ ത്രെഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വളേൻ്റെ സൈസിനനുസരിച്ച് ത്രെഡിൻ്റെ എണ്ണം മാറും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേണിന് ആദ്യത്തെ ഓരോ സെക്ഷന് വേണ്ടിയിട്ട് നമുക്ക് 4 ത്രെഡുകളാണ് 37 സെൻറ്റിമീറ്ററിൻ്റെത് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത്ര ഇതാക്കാം. ഇപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഏതാണ്ട് ഒരു 5 സെറ്റ് വരും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫസ്റ്റ് സെറ്റാണ്. ഈ ഫസ്റ്റ് സെറ്റിന് നമ്മൾ 4 ത്രെഡുകളെ ലാർക്സ് ഹെഡ് നോട്ട് വെച്ചിട്ട് നോട്ട് ചെയ്തെടുക്കാം. ഈ നോട്ടിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം, ബേസിക് ആയിട്ടുള്ള മാക്രമേ നോട്ട്സിനെ കുറിച്ച്. ഇതിപ്പോൾ സിമ്പിളാണ്. നമ്മളതിനെ മേൽഭാഗത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഉള്ളിലൂടെ വലിച്ചെടുക്കാം. സോ നമ്മളങ്ങനെ 4 ത്രെഡുകളെ ലാർക്സ് ഹെഡ് നോട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡിലുള്ള 4 ത്രെഡുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു സ്ക്വയർ നോട്ട് എടുക്കാം. ഈ നോട്ടിന് പറയുന്ന പേരാണ് സ്ക്വയർ നോട്ട് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ത്രെഡിനെ റൈറ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുപോകുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ത്രെഡിനെ അതിൻ്റെ മേലെ കൂടെ എടുത്ത് ബാക്കിലൂടെ ലെഫ്റ്റ് സൈഡ് ത്രെഡിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നന്നായി ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു സ്ക്വയർ നോട്ട് പോലെ വരും. ഇതിനെയാണ് സ്ക്വയർ നോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് ഒരെണ്ണം കൂടി ചെയ്താലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് സ്ക്വയർ നോട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ക്വയർ നോട്ട് ഉണ്ടാക്കുക. നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ത്രെഡിനെ ഡയഗണലായിട്ട് കൊണ്ടുവരിക. ആ നോട്ടിനെ പറയുന്ന പേരാണ് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഡയഗണൽ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ടായിരിക്കും, കാരണം നമ്മൾ ഡയഗണലായിട്ട് വെക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് ത്രെഡിനെ 2 പ്രാവശ്യം അതിലൂടെ വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് അതിന് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്നുള്ള പേര് വന്നത്. സോ ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ത്രെഡിൽ റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റിലെ ത്രെഡിനെ നമ്മൾ ഡയഗണലായി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇളകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്ററിങ് ടേപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. എവിടെയാണോ സർഫസ് ആ സർഫസിൽ. ഇതിൽ ചെയ്തിട്ടില്ല, അടുത്തതിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ സെയിം ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ റൈറ്റ് സൈഡിലുള്ള ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്നാണ് പറയുക. ഈ 3 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സെയിം അത് തന്നെ റൈറ്റ് സൈഡിലുള്ള ത്രെഡ് തന്നെ ഡയഗണലായിട്ട് വെച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ലാസ്റ്റിലുള്ള ത്രെഡിനെ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏതാണ്ട് പൂർണ്ണമാവും. അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടി നമുക്ക്. ഇനി ഈ പാറ്റേൺ നമ്മുടെ വളയ്ക്ക് ചുറ്റും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഈ ഒരു വളയ്ക്ക് 5 സെറ്റാണ് വരിക. അപ്പോൾ അങ്ങനെ ചുറ്റുമായിട്ട് 4 ത്രെഡ് വെച്ചിട്ട് രീതിയിൽ നിറയെ ചെയ്യുക. സോ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, 5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലുള്ള ബാക്കിയുള്ള പോർഷൻസിനൊക്കെ ട്രിം ചെയ്ത് കളയണം. അപ്പോൾ ട്രിം ചെയ്ത് കളയാൻ ഒരു എളുപ്പ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേപ്പ് എടുക്കുക. അപ്പോൾ എത്രത്തോളം നമുക്ക് ഫ്രിഞ്ചസിൻ്റെ ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് തീരുമാനിക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ടേപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. സോ ആദ്യം ഒരു ഡിസൈനിനെ കയ്യിലെടുക്കുക. ആ ഒരു സൈഡിൽ നമ്മൾ ടേപ്പ് ക്രോസ് ചെയ്ത് ഡയഗണലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ സെയിം റൈറ്റ് സൈഡിലും
ഓപ്പോസിറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു മാർക്കിംഗ് കിട്ടും. ആ മാർക്കിങ്ങിന് ശേഷമുള്ള ഭാഗമൊക്കെ റിമൂവ് ചെയ്ത് കളയുക. സോ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സൈഡ്സും ചെയ്ത് തീർക്കുക. ഈ ടേപ്പ് തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് റിമൂവ് ചെയ്യുമ്പോൾ കാണിച്ചത് കണ്ടില്ല, ഇങ്ങനെ ഇത്ര ചെറുതായിട്ടാണ് ലെങ്ത് വരുന്നത്. ഇത് ബ്രഷ് ചെയ്തിട്ട് വീണ്ടും ട്രിം ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇതാണ് ട്രിം ചെയ്തതിന് ശേഷമുള്ള രൂപം. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോംബ് ചെയ്തെടുക്കണം. അതിന് ഫ്രിഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഏതെങ്കിലും ഒരു ചീർപ്പ് വെച്ചിട്ട് കോംബ് ചെയ്തെടുക്കുക. മാക്രമേൻ്റെ ബ്രഷസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇത് കുഞ്ഞു വർക്ക്സൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇത് വെച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഇതിപ്പം ട്വിസ്റ്റഡ് ആയിട്ടുള്ള ത്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കോംബ് ചെയ്താൽ അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്രിഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ നല്ല ഫാബ്രിക് സ്റ്റിഫ്നെസ്സും ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ വേഗം പണി കഴിയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ചെയ്താലും ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്താലും കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിലേതാ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കോംബ് ചെയ്ത് വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിക്കോളും. സോ ഇങ്ങനെ എല്ലാ സൈഡും നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾക്ക് ഒരു ഷേപ്പ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രിം ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ആ ടേപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് വെച്ചിട്ടില്ല, ജസ്റ്റ് ട്രിം ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ട്രിം ചെയ്തതിന് ശേഷം വീണ്ടും കോംബ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആവുകയുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കണ്ടില്ല, നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലുള്ള ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതാണ് ഫസ്റ്റിലെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇതിന് ടീ കപ്പ് കോസ്റ്റേഴ്സിൻ്റെ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്, ക്യാൻഡിൽ ഇല്ല എന്നുണ്ടെങ്കിലും. സോ ഇതാണ് ഒന്നാമത്തെ വീഡിയോ. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ രണ്ടാമതായിട്ട് വേറൊരു പാറ്റേൺ കാണിച്ചിട്ട് ഇതിന് നേരത്തെ എടുത്തതുപോലെ തന്നെ 37 സെൻറ്റിമീറ്ററിൻ്റെ ത്രെഡുകളാണ് എടുക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ലാർക്സ് ഹെഡ് നോട്ട് വെച്ചിട്ട് നമ്മൾ ഓരോ നോട്ട് ഉണ്ടാക്കുക. സോ ഇങ്ങനെ 4 ലാർക്സ് ഹെഡ് നോട്ട് വെച്ചിട്ട് ത്രെഡുകളെ അതിൽ ഹോൾഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്വയർ നോട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 2 സെറ്റ് എടുക്കുക, അതിൽ നിന്ന് ഒരു സ്ക്വയർ നോട്ട് ഉണ്ടാക്കുക. സോ രണ്ടാമത്തെ സൈഡിലും അതേപോലെ തന്നെ 2 സെറ്റ് എടുത്തിട്ട് സ്ക്വയർ നോട്ട് ഉണ്ടാക്കുക. ടേപ്പ് വെച്ചതിൻ്റെ ഗുണം മനസ്സിലായില്ലേ? ഇതിപ്പം അനങ്ങാതെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് സിമ്പിളായിരിക്കും. നെക്സ്റ്റ് അതിൻ്റെ മിഡിലുള്ള ത്രെഡിനെ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെയുള്ള 4 ത്രെഡുകൾ വെച്ചിട്ട് വീണ്ടും ഒരു സ്ക്വയർ നോട്ട് ഉണ്ടാക്കുക. ഇതിൻ്റെയൊക്കെ പേരുകളുണ്ട്, ഓരോ വർക്കിംഗ് കോഡ്, ഫില്ലർ കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സെക്ഷനിൽ പറയാം. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ. സോ ഇങ്ങനെ ചുറ്റും ചെയ്യാം. നേരത്തെ പോലെ തന്നെ ഒരു 5 സെറ്റ് വീതം ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ 5 സെറ്റ് ഡിസൈൻ വരുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാറ്റേൺ. നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് പാറ്റേൺസിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 2 ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. പിന്നെ ഓരോ ദിവസം മാക്രമേനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Please do subscribe.